വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 1-ാം അധ്യായം 29 മുതൽ 32 വരെയുള്ള തിരുവചനങ്ങൾ. അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ്. കാരണം എനിക്ക് മുമ്പ് തന്നെ ഇവനുണ്ടായിരുന്നു, ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത്. ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് അവന്റെ മേൽ ആവസിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി. ഓർമ്മിക്കുക, പാപപ്പുഴയിൽ അകപ്പെട്ടവനോട് പുഴക്കരയിൽ നിന്ന് പലരും ഉപദേശിക്കുകയാണ്, മകനെ പാപം ചെയ്യരുത്. പാപത്തിന്റെ പിടിയിൽ അകപ്പെട്ടവനോട് പാപം ചെയ്യരുതെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? അവനെ പാപത്തിന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിച്ചിട്ടാണ് അത് പറയുന്നതെങ്കിൽ അതിലൊരു സുവിശേഷമുണ്ട്, രക്ഷയുടെ സുവിശേഷം. അത് ചെയ്യുവാൻ ഈ ലോകത്തിൽ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് ക്രിസ്തുവിന്റെ മുൻപിൽ. അവളെ കല്ലെറിയാൻ യഹൂദജനം. അവർ അവളിൽ കുറ്റം ആരോപിക്കുന്നു. വിധി പ്രസ്താവിക്കുവാൻ ക്രിസ്തുവിനെ അവർ പ്രേരിപ്പിക്കുകയാണ്. അവൻ വിധിവാചകം ഉച്ചരിച്ചു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ. കല്ലുകൾ താഴെയിട്ട് കുനിഞ്ഞ ശിരസ്സുമായി വന്നവർ ഓരോരുത്തരായി മടങ്ങിപ്പോയി. ക്രിസ്തു അവളോട് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്യരുത്. ഇതാണ് രക്ഷയുടെ സുവിശേഷം. ദേവപുത്രനായ ക്രിസ്തുവിന് മാത്രമേ ഇതിന് സാധിക്കുകയുള്ളൂ. പാപപ്പുഴയിൽ ഇറങ്ങിയവൻ ക്രിസ്തു മാത്രമാണ്. പാപികൾക്കു വേണ്ടി പാപികളിൽ ഒരുവനായി. കുരിശുമരണത്തിലൂടെ അവരുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരബലിയായി. ഉത്ഥാനത്തിലൂടെ നിത്യജീവന്റെ വാഗ്ദാനവും അവർക്കു നൽകി. പറുദീസായിലെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചതാണ് മനുഷ്യൻ പാപത്തിനടിമയായത്. ഭക്ഷണമായി മനുഷ്യനിൽ കുടിയേറിയ തിന്മയെ ഭക്ഷണമായി തന്നെ ഇല്ലായ്മ ചെയ്തവൻ ക്രിസ്തു മാത്രമാണ്. ലോകത്തിൽ ഇന്നുവരെയും ഒരു ദൈവവും ചിന്തിച്ചിട്ടില്ലാത്ത ദൈവിക രഹസ്യം ഇതാ മനുഷ്യന്റെ രക്ഷയ്ക്കായി ക്രിസ്തു ചെയ്തു. അതിനാൽ നമുക്കെല്ലാവർക്കും അവന്റെ വഴി പിഞ്ചെല്ലാം. അതിനായി എല്ലാവർക്കും ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ പോലെ വലിയ ദൈവം അവനല്ലാതെ ദൈവം ഇല്ലേയില്ല. യേശുവിനെ പോലെയുള്ള നല്ല രക്ഷകൻ അവനല്ലാതെ രക്ഷയില്ലേയില്ല. നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം അവനല്ലാതെ ദൈവം ഇല്ലേയില്ല. യേശുവിനെ പോലെയുള്ള നല്ല രക്ഷകൻ അവനല്ലാതെ രക്ഷയില്ലേയില്ല. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്നവൻ. മഹത്വവും തേജസ്സും അണിഞ്ഞ ദൈവം, വസ്ത്രം പോലെ പ്രകാശത്തെ ധരിക്കുന്നവൻ. ഇരുട്ടൊട്ടും ഇല്ലാത്ത വെളിച്ചമവൻ, അടുത്തുകൂടാത്ത വെളിച്ചമവൻ. ഇരുട്ടൊട്ടും ഇല്ലാത്ത വെളിച്ചമവൻ, അടുത്തുകൂടാത്ത
മതിലായി കാക്കുന്ന ദൈവമല്ലോ. തീയിൽ നിന്നു രക്ഷിക്കുന്ന ദൈവമല്ലോ, തീമതിലായി കാക്കുന്ന ദൈവമല്ലോ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവൻ ദയയുള്ളവൻ, ദീർഘക്ഷമയുള്ളവൻ, കൃപയും കരുണയും എന്നുമുള്ളവൻ. അവനല്ലാതെ വേറെ ദൈവമേയില്ല, അവനല്ലാതെ വേറെ രക്ഷകനില്ല. അവനല്ലാതെ വേറെ ദൈവമേയില്ല, അവനല്ലാതെ വേറെ രക്ഷകനില്ല. ആരാധ്യനായി വേറെ ദൈവമില്ലല്ലോ, യേശുവിനെ പോലെ വേറെ രക്ഷകനില്ല. ആരാധ്യനായി വേറെ ദൈവമില്ലല്ലോ, യേശുവിനെ പോലെ